നല്ല നേർത്ത് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് കട്ടി കുറഞ്ഞ് കിട്ടിയാലേ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇതെല്ലായിടത്തും നല്ലപോലെ വ്യാപിപ്പിച്ച് കൊടുക്കും. ഇതുപോലെ അതിനുശേഷം ഇതിങ്ങനെ മടക്കി ഒന്ന് ഈ സൈഡെല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ആ വെള്ളം, തേങ്ങയും വെല്ലവും കരിപ്പട്ടി പുറത്ത് പോകാതെ ഇരിക്കും. അങ്ങനെ എല്ലാം ഇതുപോലെ പരത്തി എടുക്കാം. ഇത് നമ്മൾ 7 ഇലയാണ് എടുത്തിരുന്നത്. അതിൽ 6 നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 6 പരത്തി. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൽ നിരത്തി വെക്കാം. നമ്മൾ 6 ഇത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായി നമ്മളിത് വെച്ചിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇലയട, നേന്ത്രപ്പഴം ഇലയട റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇത് കഴിച്ചു നോക്കാം.